പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോഴുള്ളത്. ഇറാനും അമേരിക്കയും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യം എല്ലാവരും ഉന്നയിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദ് ആണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇറാനും അമേരിക്കയും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. യുദ്ധക്കപ്പലുകൾ അമേരിക്ക അയച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UAE ഇടപെട്ടിരിക്കുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ തങ്ങളുടെ ആകാശപാത അതിനായി തുറന്നു കൊടുക്കില്ല എന്ന ശക്തമായ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു നയതന്ത്ര ബന്ധത്തിന്റെ പേരിലാണോ, അതോ ഒരു യുദ്ധമുണ്ടായാൽ ഞങ്ങൾ ഇറാനൊപ്പം നിൽക്കുമെന്ന തുറന്ന നിലപാട് അറിയിക്കലായിരുന്നു? മേഘ, ഞാൻ അതിലേക്ക് വരാം. കൃത്യമായിട്ടും അത് ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് UAE തങ്ങളുടെ എയർ സ്പേസോ തങ്ങളുടെ ഭൂമിയോ ആകാശമോ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് അത് കഴിഞ്ഞ രാത്രി അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷേ UAE മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പൊ GCC കൺട്രീസ് നമ്മൾ പറയുന്ന UAE അടക്കമുള്ള രാജ്യങ്ങൾ, UAE ആകട്ടെ, സൗദി അറേബ്യ ആകട്ടെ, ഖത്തർ ആകട്ടെ, ബഹ്റിൻ ആകട്ടെ, കുവൈറ്റ് ആകട്ടെ, ഒമാൻ ആകട്ടെ, ഈ 6 രാജ്യങ്ങളും ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പും എടുത്തിരുന്ന ഒരു പ്രഖ്യാപിത നിലപാടാണ് ഇറാനെതിരായി ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്താൻ, അതിപ്പോ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ചിലപ്പോൾ ഇടപെട്ടേക്കാം എന്നൊക്കെയുള്ള സൂചനകൾ വന്ന ഘട്ടത്തിൽ ഇറാനെതിരായി എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും രാജ്യങ്ങൾക്കെതിരായിട്ട് തങ്ങളുടെ എയർ സ്പേസ് ചിലപ്പോ ഇവർ തമ്മിലുള്ള അടിയൊക്കെ സൗദി അറേബ്യ ആണെങ്കിൽ യമനിലെ ഹൂത്തികളുമായിട്ടൊക്കെ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ അമേരിക്ക പോലെയുള്ള ഒരു ശക്തിക്ക് ഇവിടെ വന്നിട്ട് ഇവരുടെ എയർ സ്പേസോ അല്ലെങ്കിൽ ഇവരുടെ നിലവിൽ അമേരിക്കൻ താവളങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടല്ലോ. അമേരിക്കയുടെ സെൻകോമിന്റെ ആസ്ഥാനം ഖത്തറിലാണ്. അമേരിക്കയ്ക്ക് ഈ ഓരോ രാജ്യങ്ങളിലും UAE അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം അവരുടെ ബേസുകളുണ്ട്, മിലിറ്ററി ബേസുകളുണ്ട്. ഈ ബേസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ അമേരിക്കയ്ക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഈ രാജ്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുമെന്ന് ഇസ്രായേലിന് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഈ രാജ്യങ്ങളൊക്കെ അവരുടെ പല ഇത്തരത്തിലുള്ള സമ്മിറ്റുകളൊക്കെ നടക്കാറുണ്ട്. ആ സമ്മിറ്റുകളിലൊക്കെ അവരങ്ങനെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ UAEയുടെ ഈ പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും അത്ഭുതം നമ്മൾ കാണുന്നില്ല. ഇപ്പൊ നമ്മൾ ഒടുവിൽ വന്ന വാർത്ത ജോർദാനില് അമേരിക്കയുടെ F-15 വിമാനങ്ങൾ ഇറങ്ങി എന്നൊക്കെയുള്ള വാർത്തയൊക്കെയാണ് വരുന്നത്. നമുക്കറിയില്ല അപ്പൊ ജോർദാന്റെ അത്തരത്തിലൊരു നിലപാട് നമുക്കറിയില്ല. പക്ഷെ GCC കൺട്രീസ് എന്ന് നമ്മൾ പറയുന്ന ഈ 6 രാജ്യങ്ങൾ ഏതായാലും അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി താവളങ്ങൾ വിട്ടുകൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ വിട്ടുകൊടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു വളരെ ബ്രേക്കിംഗ് ആയ ഒരു ന്യൂസാണ്. എത്ര മാധ്യമങ്ങൾ അത് ക്യാരി ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ വാർത്ത എന്ന് പറയുന്നത് 2025 ജൂൺ മാസം 13-ാം തീയതി മേഘയുടെ ഓർമ്മയിലുണ്ടാകും, നമ്മുടെ ഓർമ്മയിലുണ്ടാകും. അതായത് ജൂൺ 13-ാം തീയതി ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് പുലർച്ചെ, അതായത് രാത്രി 12 മണിക്ക് ശേഷമാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്. ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് വന്ന് ആക്രമണം നടത്തുകയായിരുന്നില്ല. മറിച്ച് ഇസ്രായേലിന്റെ ചാരസംഘടന മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണെന്ന് നടന്നത് ഇറാന്റെ മണ്ണിൽ നിന്നാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അതാണ് സത്യത്തില് ഇറാനെ മണിക്കൂറുകളോളം സ്തബ്ധരാക്കി കളഞ്ഞത്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർ, ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരടക്കം ജീവൻ നഷ്ടമായ ഒരു വലിയ ആക്രമണം ഇറാന്റെ മണ്ണിൽ നിന്നാണ് ഇസ്രായേൽ നടത്തിയത്. സമാനമായ ഒരു പദ്ധതി ഈ 12 ഡേ വാറിൽ ഇസ്രായേൽ പരാജയപ്പെട്ട ശേഷം, അല്ലെങ്കിൽ അമേരിക്ക ഇടപെട്ട് ഈ യുദ്ധം കോംപ്രമൈസ് ചെയ്ത് കൊടുത്ത ശേഷം, ആ പരാജയം സമ്മതിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം നിർത്തുന്ന ആ ദിവസം മുതൽ മൊസാദ് പണി തുടങ്ങിയെന്ന് മാത്രമല്ല, മൊസാദും അമേരിക്കയും മറ്റ് 8 രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് 10 രാജ്യങ്ങളുടെ ചാര സംഘടനകൾ ഇറാന്റെ മണ്ണിൽ കൃത്യമായിട്ട് ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഓപ്പറേഷൻസ് ആണ് ഇറാനില് ജനുവരി 8-ന് പൊട്ടി പുറപ്പെട്ടു എന്ന് പറയുന്ന ഈ ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായ കലാപം എന്നൊക്കെയാണല്ലോ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഭരണകൂടത്തിനെതിരായ പ്രതിഷേധ സമരങ്ങൾക്കൊക്കെ ഇന്ധനം പകർന്നുകൊണ്ട്, അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട്, അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ 10 ചാര സംഘടനകളാണ് ഇറാനിൽ പ്രവർത്തിച്ചിരുന്നത്. അതായത് ഈ ചാര സംഘടനകൾ ഏത് നിമിഷവും 2025 ജൂൺ മാസം 13-ാം തീയതി നടത്തിയതുപോലെ ഒരു ഭീകരാക്രമണത്തിന് സമാനമായ ഒരു ആക്രമണം ഇറാന്റെ മണ്ണിൽ തന്നെ നടത്താൻ സാധ്യതയുണ്ടായിരുന്നു. അതിനെ
കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ പൊളിച്ചിരിക്കുന്നു. 735 പേരെ അവർ അറസ്റ്റ് ചെയ്തു. അവരുടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ സംവിധാനമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവരുടെ സൈബർ ആകട്ടെ, ഇന്റലിജൻസ് ആകട്ടെ, അത് ലോകത്തെ ഏതൊരു സംവിധാനത്തോടും കിടപിടിക്കുന്ന സംവിധാനമാണ്. അത് അവർക്ക് ഈ കഴിഞ്ഞ വർഷം അവർക്കത് അതിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് ആവർത്തിക്കരുത് എന്ന് അവര് അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 10 രാജ്യങ്ങളിലെ ചാര സംഘടനകളുടെ 735 പേരെ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് 11,000-ഓളം പേരെ ഇവരിങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ, അതിലേക്ക് അവരുടെ ഇന്റലിജൻസ് വന്നു. നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഈ ഇസ്രയേലിന്റെ മിലിറ്ററി ഗ്രേഡ് ബുള്ളറ്റുകൾ അവിടെ കലാപത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയെന്ന്. അപ്പൊ അതടക്കം ഈ പരിപാടി പൊളിച്ചടുക്കിക്കൊണ്ട് അങ്ങനെ ഒരു വലിയ ഓപ്പറേഷനാണ് കഴിഞ്ഞ മണിക്കൂറിൽ, ഇന്നലെ രാത്രിയിൽ ഇറാനിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിലെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പുറത്തു വരുന്ന ഒരു വാർത്ത. അപ്പൊ അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ 8-9 മാസം മുമ്പ് നടന്ന ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു 6-7 മാസം മുമ്പ് നടന്ന ഓപ്പറേഷന് സമാനമായ ഒരു ഓപ്പറേഷൻ ഇറാനിൽ പ്ലാൻ ചെയ്തു. പക്ഷെ അത് പൊട്ടിപ്പോയി. അപ്പൊ അതായിരുന്നു ശരിക്കും ട്രംപിന്റെ ആത്മവിശ്വാസം എന്നാണ് നമ്മൾ കരുതേണ്ടത്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് തന്നെ പണി നടക്കും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഭീഷണി എന്ന നിലയിൽ അർമാഡ വരുന്നു, അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൺ വരുന്നു, അതില് 5000 പടയാളികളുണ്ട്, ഇത്രയധികം മറ്റേ വിമാനവാഹിനി സംഭവങ്ങളുണ്ട്, ഫൈറ്റർ ജെറ്റുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ പണി നടത്തുമ്പോൾ ഇറാൻ അകത്ത് തന്നെ അതിശക്തമായ മിന്നൽ ആക്രമണം അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ ഞെട്ടിത്തിരിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോ ആക്രമണം വളരെ ഈസിയാണ്, കുറച്ചുകൂടി ഈസി ആകുമല്ലോ. പക്ഷെ ആ പ്ലാനാണ് കൃത്യമായിട്ടും ഇറാൻ പൊളിച്ചടുക്കി കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടി വരുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം, പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ ഈ സർക്കാരിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന്, ഖമേനിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ദശലക്ഷങ്ങളാണ് പല ആഴ്ചകളിലും വാരാന്ത്യങ്ങളിൽ അവിടെ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളുടെ, വൻ നഗരങ്ങളുടെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നത് എന്നതും നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്നൊരു പ്രകോപനം ഉണ്ടായാൽ ഈ പറഞ്ഞ സർക്കാരിനെതിരെ നിൽക്കുന്ന പ്രക്ഷോഭകർ പോലും ഇറാനൊപ്പം ശക്തമായി നിൽക്കും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇതൊക്കെ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്ന് ഒടുവിൽ വരുന്നൊരു വാർത്ത, 3500 ഈ സാംസ്കാരിക സാമൂഹ്യ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഇറാൻ ഇഷ്ടപ്പെടുന്നത് തന്നെ അത് ഇപ്പോഴുള്ള ഇഷ്ടമാണ്, ചെറുപ്പകാലത്ത് മുതലുള്ള ഇഷ്ടമാണ്. ഇറാനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതിന്റെ കാരണം അവിടെ നിന്നുള്ള മഹത്തരമായ സിനിമകളാണ്. ഇപ്പൊ ലോകത്തെ ഏത് രാജ്യത്തോടും കിടപിടിക്കാൻ പറ്റുന്ന ക്ലാസിക്കുകൾ പിറക്കുന്ന രാജ്യമായിരുന്നു ഇറാൻ. അപ്പൊ നമ്മൾ ഇറാൻ സിനിമകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഫിലിം ഫെസ്റ്റിവലുകൾ ഏറ്റവും പ്രധാനമായിട്ടും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ ഇറാനിലെ സിനിമക്കാര്, സാംസ്കാരിക പ്രവർത്തകര്, അവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം 3500 പേര് ആയത്തുള്ള അലി ഖമേനി എന്ന പരമോന്നത നേതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രമേയം ആയിട്ടൊക്കെ രംഗത്ത് വരുന്നു. അവര് പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ നമ്മൾ ഇറാൻ മാധ്യമങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് കഥകൾ മാധ്യമങ്ങളിലൂടെ ഇറാനിൽ നടക്കുന്ന മനുഷ്യാവകാശ വംശനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൽ ശരികളുമുണ്ട്. മെഹ്സാമീനി നമുക്ക് മുമ്പിലുണ്ട്. മെഹ്സാമീനിയെ പോലെ തന്നെ പല സ്ത്രീകളും ഇപ്പോ ശിരോവസ്ത്രം ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് എന്താ പറയുക, അർത്ഥനഗ്നരായി പ്രതിഷേധിച്ച സ്ത്രീകളൊക്കെ ഉണ്ട്. അവിടെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇതിനു മുമ്പും 2019 വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 2022 വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഇറാനിൽ ഉണ്ടായിട്ടില്ല എന്നല്ല. ഇറാൻ എല്ലാ തരത്തിലും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന രാജ്യമാണെന്നൊന്നുമല്ല. അവര് 79-ന് ശേഷം, അവര് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഒരു ജനാധിപത്യം, ആ ഒരു പ്രക്രിയ, തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ നിലയ്ക്ക് ഇപ്പൊ രാജഭരണത്തിൽ നിന്ന് അവർ മാറിയല്ലോ, ആ നിലയ്ക്കുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവിടെ കൃത്യമായിട്ടും ശരീഅത്ത് ലോ ആണ് നടപ്പാകുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളാണ് നടപ്പാകുന്നത്. അത് പറയുമ്പോഴും 79 മുതൽ ഇപ്പൊ എത്ര പതിറ്റാണ്ട്, 45 വർഷത്തോളമാകുന്ന ഈ സമയങ്ങളിലൊക്കെ അവിടെ ഈ അവരുടെ സാംസ്കാരിക രംഗങ്ങളാകട്ടെ, സിനിമയാകട്ടെ, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ തുറന്നിട്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പിന്നെ നമ്മൾ സംസ്കാരത്തിന്റെ കാര്യം ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ സംസ്കാര സമ്പന്നമായ ഒരു രാജ്യം, മറ്റൊരു തരത്തിൽ നാഗരികമായി കൂടി അല്ലെങ്കിൽ ചരിത്രപരമായി കൂടി ആ നിലയ്ക്കുള്ള സംസ്കാരം പേറുന്ന ഒരു രാജ്യം എന്നൊക്കെ. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ എത്ര
നൂറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങൾ നീളുന്ന ബന്ധമാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ളത്. അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭ വലിയൊരു പ്രഹസനം നടത്തിയപ്പോ അതില് ഡൊണാൾഡ് ട്രംപിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇടപെട്ടത്. ഇന്ത്യയുടെ വിദേശ നയം അല്ലെങ്കിൽ ഇന്ത്യ ഇറാൻ അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ട്രംപ് സ്വപ്നേബി വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇസ്രയേൽ സ്വപ്നേബി വിചാരിച്ചിട്ടില്ല എന്ന് പറയാം. പാകിസ്ഥാനൊപ്പം ഇന്ത്യയും ചൈനയും ക്യൂബയും അടങ്ങുന്ന 7 രാജ്യങ്ങൾ UN മനുഷ്യാവകാശ കൗൺസിലിൽ വന്നൊരു പ്രമേയത്തിന് എതിരായി വോട്ട് ചെയ്യുന്നു. എന്നാൽ 14 രാജ്യങ്ങൾ, നമ്മൾ ചിലപ്പോ എതിർ വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന രാജ്യങ്ങൾ പോലും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. വിട്ടു നിൽക്കുന്നതിനപ്പുറത്ത് ഇറാൻ അനുകൂലമായി കൊണ്ട് അതിൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അപ്പൊ ഇന്ത്യ പോലും, പിന്നെ ചബഹാർ തുറമുഖത്തിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ, നമ്മൾ ഇന്ത്യയും ഇറാനും തമ്മിൽ അത്ര വലിയ ഊഷ്മളമായ ബന്ധമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അബ്ബാസ് അറാഖ്ചി, ഇവിടുത്തെ വിദേശകാര്യമന്ത്രി, ഇന്ത്യയിൽ വരാറുണ്ടല്ലോ, ഡൽഹിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, നിമിഷം പ്രിയാപ്പെടാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള നിലയ്ക്കാണ്. അപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് പ്രധാനമായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക്സ് ടു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലുള്ള ഇറാൻ അംബാസഡർ, അതുപോലെ ഇവിടുത്തെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഒക്കെ ഖാംനെയി അടക്കമുള്ളവർ ഇന്ത്യയുടെ ഈ അതിശക്തമായ നിലപാടിനോട് യോജിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അപ്പോ യുദ്ധം ഒരുപക്ഷെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ട്രംപ് എപ്പോഴും പറഞ്ഞിട്ടില്ല, ആക്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. ട്രംപ് പറയുന്നത് ഞങ്ങൾ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നാണ്. അദ്ദേഹം എയർഫോഴ്സ് വണ്ണിലും പറഞ്ഞതും കഴിഞ്ഞ ദിവസം അവിടെ വൈറ്റ് ഹൗസിൽ പറഞ്ഞതുമൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ ഇടപെടും എന്നുള്ള നിലയിലാണ്. അപ്പൊ 2 തരത്തിലുള്ള യുദ്ധം എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആഴ്ചകളായിട്ട്. അതൊന്ന് സൈക്കോളജിക്കൽ വാർഫെയർ ആണ്, അത് അമേരിക്ക നടത്തുന്ന മനഃശാസ്ത്ര യുദ്ധമാണ്. 2 മാധ്യമങ്ങൾ അടക്കമുള്ളവർ നടത്തുന്ന ഈ ആഖ്യാന യുദ്ധമാണ്. അപ്പൊ ഈ 2 തരത്തിലുള്ള യുദ്ധങ്ങൾ ഏതായാലും നടന്നുകൊണ്ടിരിക്കുന്നു. നറേറ്റീവ് വോറും സൈക്കോളജിക്കൽ വോറും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അമേരിക്ക എപ്പോഴാണ് ഇറാനിലേക്ക് നേരിട്ട് ആക്രമണം നടത്തുന്നത് എന്നാണ് ഇറാൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു ചെറിയ ആക്രമണം എങ്കിലും ഞങ്ങളുടെ രാജ്യത്തിലേക്ക് നടത്തി കഴിഞ്ഞാൽ, ഞങ്ങളുടെ റെഡ് ലൈൻ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഓൾ ഔട്ട് വാറാണ്, സമ്പൂർണ്ണ യുദ്ധമാണ്. ഞങ്ങൾക്ക് പിന്നെ പിരിഞ്ഞും നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ 10,000-കണക്കിന് സൂയിസൈഡ് ഡ്രോണുകൾ തയ്യാറായി നിൽക്കുന്നു. ഞങ്ങളുടെ 1000-കണക്കിന് ഈ മൾട്ടി വാർഹെഡ് ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറായി നിൽക്കുന്നു. ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും തയ്യാറായി നിൽക്കുന്നു. നിങ്ങളുടെ കപ്പലിൽ USS എബ്രഹാം ലിങ്കണിൽ നിങ്ങൾക്ക് 5000 സൈനികരുണ്ടെങ്കിൽ 5000 സൈനികരുടെയും നിങ്ങളുടെ പടക്കോപ്പുകളെയും നേരിടാൻ ഞങ്ങൾക്ക് ഇവിടെ 10 ലക്ഷം സൈനികർ ഇറാനിൽ തയ്യാറായി നിൽക്കുന്നുവെന്നാണ് ഇറാൻ വെല്ലുവിളിക്കുന്നത്. അതെ, അപ്പോൾ സൈനിക ശക്തി കൂടുതലുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ UAE നിലപാട് അറിയിച്ചിട്ടുണ്ട്, നേരിട്ടും പരോക്ഷമായിട്ടും എല്ലാം നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു യുദ്ധം നടക്കാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. തീർച്ചയായിട്ടും മേഘ, എല്ലാ യുദ്ധങ്ങളും ഈ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ ആണ് എന്നുള്ളത്. എത്രയോ മനുഷ്യർ നമ്മൾ ലോകത്തിന്റെ മാനവരാശിയുടെ ചരിത്രത്തിലെ ഏത് യുദ്ധത്തിലൂടെ കടന്നുപോയാലും യുദ്ധങ്ങൾ ബാക്കി വെക്കുന്നത് ദുരിതങ്ങളും കണ്ണീരും ചോരയും നാശനഷ്ടങ്ങളും മാത്രമാണ്. അതിന് ഏത് യുദ്ധം എടുത്താലും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകില്ല പശ്ചിമേഷ്യ, പ്രത്യേകിച്ച് ഗസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു 1ാം ഘട്ടം ഏതാണ്ട് അവസാനിക്കുകയാണ്. അവസാനത്തെ ബന്ദിയുടെ മൃതദേഹവും കഴിഞ്ഞ ദിവസം വിട്ടുകൊടുത്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇടത്ത് സമാധാനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരിടത്ത് സംഘർഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായ കാര്യവുമായിരിക്കും. അപ്പൊ മൊത്തത്തില് പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം ഇങ്ങനെ നിലനിൽക്കാൻ യുദ്ധം ഒഴിവാകട്ടെ, ഒരു കാരണവശാലും യുദ്ധത്തിലേക്ക് രാജ്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അതെ, ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.